ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ സിന്ദൂരപ്പൊട്ടിൻ്റെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അനന്തുവിൻ്റെ അടുത്ത് വന്ന് ആ വീടിൻ്റെ ഓണർ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കിയാണ്. 2 ദിവസത്തിൻ്റെ സമയം തരാം, അതിനോട് നീ എനിക്കൊരു 50,000 രൂപയും കൂടി തന്നെ, പിന്നെ വാടകയാണെങ്കിൽ 10,000 രൂപ കൂടി കൂട്ടി തരണം എന്നിങ്ങനെ പറയുക. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴും നിങ്ങളിത് എവിടുത്തെ വർത്തമാനം പറയുന്നത്? പെട്ടെന്ന് ഈ പാതിരാത്രി കയറി വന്നിട്ട് വാടക 10,000 രൂപ തന്നെ, 50,000 രൂപയും കൂടി അഡ്വാൻസ് തന്നെ എന്നൊക്കെ പറഞ്ഞു. ചേട്ടൻ പറയുന്നതിന് വല്ല ന്യായമുണ്ടേടാ? നിനക്ക് വേണമെങ്കിൽ ഇവിടെ താമസിച്ചാൽ മതി, അല്ലെങ്കിൽ എനിക്കൊരു നിർബന്ധവും ഇല്ല, നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാം. അതെ, 12,000 രൂപ വാടകയും തന്ന് ഞാൻ പറയുന്ന അഡ്വാൻസും തന്ന് വീടെടുക്കാനേ ഒത്തിരി പേരുണ്ട്, വേണമെങ്കിൽ ഇവിടെ താമസിച്ചാൽ മതി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും രുക്മിണിയോട് സംസാരിക്കേണ്ട. ചേട്ടൻ ഇങ്ങനെ വന്നിങ്ങനെ പറയരുത് ചേട്ടാ, ഞങ്ങൾ ഇത് എവിടെ പോകാനാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതൊന്നും എനിക്കറിയേണ്ട ആവശ്യമില്ല, അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞ വാടക താ. അങ്ങനെ വീണ്ടും അനന്തു ഇങ്ങനെ കൂടുതൽ പറയാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും രുക്മിണിയാണെങ്കിലും മോൻ അനന്തു വേണ്ട, ഏതായാലും അയാൾ പറഞ്ഞല്ലോ നമ്മളോട് കാര്യങ്ങളൊക്കെ, ഇനി ഇവിടെ നിന്നിട്ടൊന്നും കാര്യമില്ല. ഇയാളുടെ ഈ വർത്തമാനം കേട്ടിട്ട് എനിക്ക് തോന്നുന്നതേ ഇയാൾ മനഃപൂർവ്വം ഇങ്ങോട്ട് പറഞ്ഞ് വിട്ടതാണ്. ഇനി അഥവാ നീ പറഞ്ഞ അഡ്വാൻസും വാടകയും കൂട്ടി തന്നെ കൊടുത്തെന്ന് വിചാരിച്ചിരിക്കട്ടെ, പക്ഷേ എന്നാലും അയാൾ വേറെ വേറെ കാരണങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വരൂടാ നമ്മളിവിടെ നിന്ന് ഒഴിപ്പിക്കാനായിട്ട്. ആ ഒരു ഡീലുമായിട്ടാണ് അയാൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അതുകൊണ്ട് മോനെ നാളെ തന്നെ നീ ഒരു വീട് നോക്കിക്കോ, എന്നിട്ട് നമുക്ക് അപ്പം തന്നെ മാറുകയും ചെയ്യണം, അപ്പം തന്നെ പാല് കാച്ചി നടത്തുകയും ചെയ്യണം. ശരി അമ്മേ, ഓക്കെ അമ്മേ എന്ന് പറയാം. അപ്പോൾ ഈ ഓണറാണെങ്കിൽ നാളെ തന്നെ ഇവിടെ വരുത്തി പോകരുത്, പറയാൻ മനസ്സിലായല്ലോ, താൻ ഇറങ്ങിപ്പോടോ, ഞങ്ങൾ പൊയ്ക്കോളാം എന്നും പറഞ്ഞുകൊണ്ട് ഓണർക്കിട്ട് നല്ലത് കൊടുത്തിട്ട് അനന്തോട് പറഞ്ഞയക്കുക. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയി കഴിഞ്ഞപ്പോൾ തന്നെയും ആ വീടിനകത്ത് നല്ല അടിപൊളി വീട്ടിൽ നമ്മുടെ അനന്തു ഫാമിലിയും നല്ല പാല് കാച്ചലൊക്കെ നടത്തിയിട്ട് ആ ഒരു വീട്ടിൽ താമസം തുടങ്ങുകയാണ്. ഇപ്പം അമ്മയ്ക്കിപ്പോൾ സന്തോഷമായില്ലേ? പിന്നെ അല്ലാതെ സന്തോഷമായോന്നോ? അങ്ങനെ അവരെ പാലൊക്കെ കാച്ചി കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് വരുന്നു നമ്മുടെ മണ്ടോദരി. അപ്പം മണ്ടോദരി ആ വീട് അന്വേഷിച്ച് വരിക. അപ്പോൾ അവിടെ ഇരുന്ന് വെച്ചൊരു കാരണവരോട് ചോദിക്കുകയാണ്, അതെ ഇവിടെ ഒരു പുതിയ താമസക്കാർ വന്നായിരുന്നോ, എവിടെയാണ് താമസിക്കുന്നത്? ആ വീട് തന്നെയാണ് താമസിക്കുന്നത്. ഓ ഇവിടെയാണോ? ചേട്ടത്തി എന്നും പറഞ്ഞുകൊണ്ട് ഈ മണ്ടോദരി വിളിക്കാം. അപ്പം മണ്ടോദരിയുടെ സൗണ്ട് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും മോനെ അനന്തു, മണ്ടോദരിയാണെന്ന് തോന്നല്ലോ. അമ്മ എണീറ്റ് പോകേണ്ട ഇവിടെ ഇരിക്കുക. അവൾ വെറുതെ ഒന്നും വരില്ല, എന്തൊക്കെയോ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് മോനെ, ഇതെല്ലാം അങ്ങോട്ട് ചെല്ലണമല്ലോ. അങ്ങനെ ഇവരെല്ലാവരും കൂടി പുറത്തേക്ക് ഇറങ്ങി ചെല്ലുകയാണ്. ഏട്ടത്തി പുതിയ വീട്ടിൽ കയറി താമസിച്ചെന്നും പാല് കാച്ചൽ നടത്തിയെന്നൊക്കെ ഞാൻ അറിഞ്ഞല്ലോ. ഏട്ടത്തി, ഞാനിപ്പോൾ വന്നിരിക്കുന്നത് വേറൊരു കാര്യത്തിന് വേണ്ടിയാണ്. അങ്ങനെ ആ താലം എടുത്തുകൊണ്ട് വരിക. അങ്ങനെ താലം എടുത്തുകൊണ്ട് വന്നിട്ട് ഈ താലം അങ്ങോട്ട് കൊടുക്കുക. ഏട്ടത്തി പിടിക്കേട്ടത്തി, ഇത് എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയാണെന്നേ, ഏട്ടത്തി ഇത് പിടിക്കേട്ടത്തി എന്ന് പറഞ്ഞിട്ട് കയ്യിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. അല്ല, ഞാൻ അറിഞ്ഞായിരുന്നു ആ വാടക വീട്ടിൽ നിന്ന് മാറുകയാണ്, എന്നിട്ട് വേറൊരു വീട്ടിൽ കയറി താമസിക്കുകയാണ്. അയ്യോ എൻ്റെ ദൈവമേ, ഞാൻ വിചാരിച്ചേ പെട്ടെന്ന് തന്നെ ഒരു വീട് വെച്ചു എന്ന്. എൻ്റെ ചങ്ക് കിടന്ന് അങ്ങോട്ട് പിടച്ചു പോയില്ലേ, ഏട്ടത്തിയുടെ ശബ്ദം അങ്ങോട്ട് പൂർത്തിയാക്കിയെന്നോ ഞാൻ വിചാരിച്ചു പോയി. അങ്ങനെ വല്ല സംഭവിച്ചു കഴിഞ്ഞാൽ ഈ മണ്ടോദരി തോറ്റുപോകില്ലേ? പിന്നെ എങ്ങനെ നടക്കും? അതുകൊണ്ട് തന്നെ ഇനിയും ഈ വീരവാദം പറഞ്ഞുകൊണ്ട് ഈ മണ്ടോദരിയുടെ മുന്നിലേക്ക് വരല്ല ചേട്ടത്തി ഒരു വീടും വെക്കില്ല, ഒന്നും വെക്കാനായിട്ട് പോകുന്നില്ല, എന്തിനാണ് ഇങ്ങനെ വീരവാദമൊക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും രുക്മിണിക്കും ആരിശം വരികയാണ്. നീ എന്താ എന്നെക്കുറിച്ച് വിചാരിച്ചിരിക്കുന്നത്? ഇപ്പോഴും ഞാൻ ശപഥം ചെയ്യുകയാണ് മണ്ടോദരി, നമ്മളുടെ വീട് വെച്ച ആ സ്ഥലത്ത് തന്നെ ഞാനും എൻ്റെ മകനും എൻ്റെ മരുമക്കളും അടങ്ങി ഒരു വീട് ഞാൻ വെക്കും, എന്നിട്ട് അവിടെ സന്തോഷത്തോടെ താമസിക്കും. നീ അത് കണ്ണുകൊണ്ട് കാണുകയും ചെയ്യും മണ്ടോദരി. ഇതെൻ്റെ ശബ്ദമാണോ? അയ്യോ, ഇത് ഭയങ്കര ശബ്ദമായി പോയല്ലോ എൻ്റെ ചേച്ചി. ഈ ഓട്ടം ഓടിച്ച് കിട്ടുന്ന ഓട്ടക്കാരണ കൊണ്ട് ഇവൻ കൂട്ടിക്കൂട്ടി ശേഖരിച്ച് 1ഉം 2ഉം കല്ലൊക്കെ മേടിച്ച് ഓരോരോ കല്ല് വീടിന് വെച്ച് ലാസ്റ്റ് അപ്പോഴാകുമ്പോഴത്തേക്കും ഏട്ടത്തി ജീവനോടെ ഉണ്ടാകുമോ? എനിക്കൊരു സംശയമാണേ, ഇവൻ വീട് വെക്കാൻ അത്രയും കാലതാമസം വരും. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആനന്ദുവിനും കാലി വരികയാണ്. മണ്ടോദരിയാണെങ്കിൽ വായടക്കാതെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് എൻ്റെ പൊന്നെ ഏട്ടത്തി ഞാൻ പറഞ്ഞത്, നിങ്ങൾക്കൊന്നും ഒരു ഗതിയും പരഗതിയും ഉണ്ടാവില്ല. അങ്ങനെ വല്ല സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ജീവിക്കാൻ ഈ മണ്ടോദരി അനുവദിക്കില്ല. എന്നോട് വീരവാദം പറയുന്നു.
അതും നമ്മുടെ സ്ഥലത്ത് തന്നെ വീട് വെച്ച് സുഖമായിട്ട് ജീവിക്കുമെന്ന്. അതിനെ ഒരു ഇതും ഉണ്ടാവില്ല, അതിനെ ഏട്ടത്തി ജീവനോടെ കാണുമില്ല. പിന്നെ ദേ 16 യന്ത്രത്തിനെ ഏട്ടത്തിയുടെ ചോറൂണ് തിന്നാൻ ഞാനുണ്ടാവും എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുക. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോഴേക്കും അനന്തമാണെങ്കിൽ ഇളയമ്മ അങ്ങനെ കിടന്ന് വിരാതം പറയല്ലേ, എൻ്റെ അമ്മയും ഞാനും ഒക്കെ എല്ലാവരും ഞങ്ങളൊരു വീട് വെച്ച് അതിൽ സന്തോഷത്തോടെ ജീവിക്കും. പക്ഷേ അത് കാണാനായിട്ട് ഇളയമ്മ ജീവനോടെ ഉണ്ടാകുമെന്ന് സംശയമാണ്. എൻ്റെ അമ്മ 100 ആയുസ് വരെ ജീവിച്ചിരിക്കും, പറഞ്ഞാൽ മനസ്സിലായോ? അതുകൊണ്ട് കൂടുതൽ വീരവാദം മുഴക്കി ഇങ്ങോട്ടും വരേണ്ട കാര്യമില്ല. അപ്പോൾ ഈ മണ്ടോദരി ഇങ്ങനെ ചിരിക്കുകയാണ്. നമുക്ക് കണ്ടു തന്നെ അറിയണമല്ലോ, ഇറങ്ങിപ്പോഴേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അപ്പോൾ മണ്ടോദരി അവിടെ നിന്ന് പോവാം. പോയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ രുക്മിണിക്കാണെങ്കിൽ ആകെ സങ്കടം. അമ്മ ഇങ്ങനെ സങ്കടപ്പെടല്ലേ അമ്മേ, ഞാൻ പറഞ്ഞല്ലോ നമ്മളൊരു വീട് വെക്കും, അതിൽ സന്തോഷത്തോടെ ജീവിക്കുകയും ചെയ്യും. അങ്ങനെ മണ്ടോദരി എടുത്ത ആ താലം വലിച്ചെറിയുകയാണ് ഈ രുക്മിണി, എന്നിട്ട് അകത്തേക്ക് കയറി പോവുകയും ചെയ്യാണ്. അങ്ങനെ ആ ഒരു കഥയാണ് നമ്മുടെ അനന്തു ഈ എന്തുവിനോട് പറഞ്ഞത്. ഇപ്പം നിനക്ക് മനസ്സിലായല്ലോ എൻ്റെ കഥ. ഇതുവരെയായിട്ട് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. എന്തിനാ വെറുതെ പറയുന്നത്? പക്ഷേ നീ എൻ്റെ പിന്നാലെ നടക്കുന്നത് കൊണ്ടാണ് ഞാൻ നിന്നോട് പറയാനുള്ള കാരണം. ഇനിയെങ്കിലും മനസ്സിലാക്കണം, എനിക്ക് ഒരുപാട് പ്രാരാബ്ധങ്ങളൊക്കെയുണ്ട്. അതുകൊണ്ട് തന്നെ നീ എൻ്റെ പിന്നാലെ ഇനി നടക്കരുത്, എന്നെ ശല്യപ്പെടുത്തരുത്. എൻ്റെ അമ്മയ്ക്ക് കുറേ സ്വപ്നങ്ങളും ഞാൻ നെയ്ത് കൊടുത്തിട്ടുണ്ട്, അതെല്ലാം എനിക്ക് പാലിക്കണം. എൻ്റെ അമ്മയെയും എൻ്റെ കുടുംബത്തെയും നല്ല രീതിയിൽ കൊണ്ടുപോകണമെന്ന് എനിക്ക് ആഗ്രഹം. നീ നിൻ്റെ അച്ഛൻ ആലോചിക്കുന്ന ഒരു ചെറുക്കൻ, നല്ലൊരു ചെറുക്കനെ കല്യാണം കഴിച്ചിട്ട് സുഖമായിട്ട് ജീവിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അനന്ത് ഓട്ടോറിക്ഷയിൽ കയറി പോവുക. അപ്പോൾ എന്തുവിനാണെങ്കിൽ ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആകെ സങ്കടം തോന്നിക്കണം. കാരണം ഇത്രയൊരു ഇതിൽ നിന്നാണല്ലോ അനന്ത് വന്നതെന്നൊക്കെ ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും പിന്നീട് കാണിക്കുകയാണ് നമ്മുടെ മണ്ടോദരിയെ. ഇപ്പം മണ്ടോദരി വീണ്ടും രുക്മിണിയുടെ അടുത്തേക്ക് വന്നേക്കുക. അപ്പോൾ രുക്മിണിയോട് പറയാം, ഏട്ടത്തി നമ്മൾ നേരി കണ്ടിട്ട് കുറേ നാളായല്ലേ, പക്ഷേ ഞാൻ എപ്പോഴെങ്കിലും ഇവിടെ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു കാരണം ഉണ്ടാകും, അല്ലാതെ ഈ മണ്ടോദരി വരില്ലെന്ന് ഏട്ടത്തിക്ക് നന്നായിട്ട് തന്നെ അറിയാമല്ലോ. അതുകൊണ്ട് തന്നെ ഏട്ടത്തി ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ മണ്ടോദരിയുടെ മകളും ഉണ്ട്. അപ്പോൾ മണ്ടോദരി പറയാണ്, അല്ല ചേട്ടത്തി കുറേ വാഗ്ദാനങ്ങളൊക്കെ ചെയ്തായിരുന്നു, ഒരു വീട് വെച്ച് വലിയ വീട് വെച്ചൊക്കെ താമസിക്കുമെന്ന്. പക്ഷേ അത് ഇതുവരെയും കണ്ടില്ല. എന്ത് ചെയ്യാനാണ്, അനന്തുവിൻ്റെ മനസ്സ് വേറെ ആയിപ്പോയല്ലോ. ദേ മണ്ടോദരി, എൻ്റെ മകനെക്കുറിച്ച് അനാവശ്യം പറയാൻ നിൽക്കരുത്. എൻ്റെ മകനെ തങ്കം പോലൊരു മകനാണ്. അമ്മായി എന്നും പറഞ്ഞുകൊണ്ട് ഈ മണ്ടോദരിയുടെ മകൾ വിളിക്കണം. അമ്മായി ഒരു പാവമാണെന്ന് അമ്മ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. പക്ഷേ നേരിട്ട് കണ്ടപ്പോഴാണ് ശരിക്കും മനസ്സിലായത്, അമ്മായി ശരിക്കും ഒരു പാവം തന്നെയാണ്. കാരണം അമ്മായിയെ പറ്റിച്ചുകൊണ്ടിരിക്കുക അമ്മായിയുടെ മകൻ. മോളെ ഞാൻ പറയാം മോളെ, അങ്ങനെ മണ്ടോദരി പറയുക. അവനിപ്പോൾ ഒരു പെണ്ണിനെ സ്നേഹിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം കൂടിയേ ആ പെണ്ണ് ഈ വീട്ടിലുണ്ടായിരുന്നേ. 2 ദിവസമായിട്ട് ആ പെണ്ണാണ് ഇവിടെ വന്ന് അടുക്കളയിൽ കയറി പാചകമൊക്കെ ചെയ്ത് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി അനന്തുവിന് വിളമ്പിക്കൊടുത്ത് ഊട്ടിക്കൊടുത്തിട്ട് അവൾ ഇവിടെ നിന്ന് പോയത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും രുക്മിണിയും ബാക്കിയുള്ളവരൊക്കെ ഞെട്ടിപ്പോവാണ്. എന്തൊക്കെയാണ് ഇവർ പറഞ്ഞു കൂട്ടുന്നത് എന്നൊക്കെ ചിന്തിച്ച്, ഞാൻ പറഞ്ഞു മുഴുവൻ സത്യം തന്നെയാ. ആനന്ദു ഈ വീട് കുളം തോണ്ടും, അതിനുള്ള പുറപ്പാടാ. അല്ലാതെ അമ്മക്ക് തന്ന വാക്കൊന്നും അനന്തു പാലിക്കാനൊന്നും പോകുന്നില്ല. ഏതായാലും പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, എനിക്ക് സന്തോഷമായി, സമാധാനമായി. എങ്കിൽ മോളെ നമുക്ക് പോയാലോ എന്നും പറഞ്ഞുകൊണ്ട് മണ്ടോദരി മകളെയും കൊണ്ട് അവിടെ നിന്ന് സ്ഥലം വിടുകയാണ്. അപ്പോൾ രുക്മിണിക്ക് വന്ന കാലി. അങ്ങനെ രുക്മിണി എല്ലാവരും കൂടി ഇങ്ങനെ വീട്ടിലിങ്ങനെ ഈ കാര്യത്തെക്കുറിച്ച് ആലോചിച്ചിങ്ങനെ സങ്കടപ്പെട്ടിരിക്കുക. ആ സമയത്താണ് ഇളയ മകൾ നന്ദിനി അങ്ങോട്ട് വരുന്നത്. അപ്പോൾ നന്ദിനി വന്നു കഴിഞ്ഞപ്പോഴേക്കും അമ്മേ എന്തൊരു വെയിലാണെന്നറിയാമോ അമ്മേ, വെയിൽ കൊണ്ട് മനുഷ്യൻ കാരിഞ്ഞു പോയി, എനിക്ക് ഇച്ചിരി കട്ടൻ ചായ ഇട്ട് തരുമോ അമ്മേ, അല്ലെങ്കിൽ ചെറിയ ഇട്ട് തന്നാൽ മതി കട്ടൻ ചായ, എനിക്ക് ഇത്തിരി ഇട്ട് തരാമോ എന്ന് ചോദിക്കുക. അപ്പോൾ നമ്മുടെ രുക്മിണി അവിടെ നിന്ന് ചാടി എണീക്കടി, അവിടെ നിന്ന് എണീക്കാൻ, നിന്നോട് എണീക്കാനല്ലേ പറഞ്ഞത്? കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു പെണ്ണ് വന്ന് പാചകം ചെയ്തെന്ന് പറഞ്ഞില്ലേ, അന്നേരം കൂട്ടുകാരിയാണോ? യഥാർത്ഥത്തിൽ ആരടിയത് എന്ന് ചോദിക്കുക. അപ്പോൾ ഈ നന്ദിനിക്കാണെങ്കിൽ ആകെ പേടി. പറയാനല്ലേ പറഞ്ഞത്, അത് പിന്നെ ഞാൻ പറയാമേ എന്നും പറഞ്ഞുകൊണ്ട് ആ ഉണ്ടായ കഥകൾ മുഴുവനും പറയുകയാണ്. ഇത് കേട്ടതും
ഈ നന്ദിനിയുടെ കാരണം നോക്കി കൊടുക്കുകയാണ് ഈ രുക്മിണി. നീ അപ്പോൾ എന്നോട് കള്ളം പറയാൻ തുടങ്ങിയല്ലേ? എന്തെല്ലാമാണ് കാണിച്ചു കൂട്ടുന്നത്? അത് പിന്നെ ചേട്ടൻ്റെ ഫ്രണ്ടാണെന്നും പറഞ്ഞുകൊണ്ട് അവൾ വന്നത്. അപ്പോൾ ഞാൻ പിന്നെ എങ്ങനെ കേട്ടാതിരിക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് അപ്പോൾ അവിടെ വലിയൊരു പ്രശ്നം നടക്കുകയാണ്. ഏതായാലും വരട്ടെ അനന്തു എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുക. അപ്പോഴങ്ങനെ രാത്രി ആയി കഴിഞ്ഞപ്പോഴേക്കും അനന്തു വരികയാണ്. കുറച്ച് ചിക്കനൊക്കെ ഉണ്ട് കയ്യിലും. എൻ്റെ അമ്മയെ പച്ചക്കറിക്ക് ഒരു ദിവസം കഴിയും തോറും വില കൂടി കൂടി വരികയാണ്. ഇങ്ങനെ ആയാലും എങ്ങനെ ചെയ്യും? അതുകൊണ്ട് ഞാൻ കുറച്ച് ചിക്കൻ മേടിച്ചു. അത് പിന്നെ ചെറിയമ്മേ ചിക്കൻ വെക്കണേ എന്നും പറഞ്ഞുകൊണ്ട് കയ്യിലേക്ക് കൊടുക്കുകയാണ്. അപ്പോൾ അനന്തവാണി ഞാൻ പെട്ടെന്ന് ഫ്രഷ് ആയിട്ട് വരാം. അങ്ങനെ നമ്മുടെ രുക്മിണി അടുക്കളയിൽ കയറിയിട്ട് ഒരു കറിപ്പാത്രം എടുത്തുകൊണ്ട് വന്നിട്ട് ആ കറിയും പാത്രം കൂടെ എല്ലാം കൂടി താഴത്തേക്ക് ഇടുകയാണ്. അമ്മ ഇതെന്ത് പറ്റി അമ്മേ? അമ്മയും തന്നെ ഈ പാത്രമൊക്കെ പിടുത്ത് നിലത്തിട്ടത് എന്താ സംഭവിച്ചത്? എടാ അനന്തു, ആ പെണ്ണ് ആരാടാ? അന്ന് ഇവിടെ വന്ന് അടുക്കളയിൽ കയറി പാചകം ചെയ്ത പെണ്ണ് ആരാന്ന്? അത് പിന്നെ അമ്മേ, നീ എന്നോട് കള്ളം പറയാൻ തുടങ്ങിയല്ലേ? നീ എവളോട് പറഞ്ഞല്ലേ ആരോടും പറയരുതെന്ന്? നിന്നെ ഞാൻ ഒരുപാട്